What is up everyone, welcome back to the channel. It's Appusan. So ഞാൻ ഒരു പുതിയ ടൈപ്പ് കോണ്ടന്റ് ആണ് കൊണ്ടുവരുന്നത്, മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയൽ. ഞാൻ സാധാരണ ആനിമെ കോണ്ടന്റ് ആണ് ചെയ്യാറ്, ബട്ട് ഇന്ന് ഞാൻ ട്യൂട്ടോറിയലാണ് കൊണ്ടുവരുന്നത്. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ നെതർ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് വേൾഡിൽ ഏത് ലൊക്കേഷനിലോട്ടും കണക്ട് ചെയ്യേണ്ടത് പഠിപ്പിച്ചുതരാം. ഈ മെത്തേഡ് നിങ്ങളുടെ ഫോണിലും വർക്ക് ചെയ്യും, പി സിയിലാണെങ്കിലും വർക്ക് ചെയ്യും, എല്ലാ വെർഷനിലും വർക്ക് ചെയ്യും. സോ നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് പോകാം. സോ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനായിട്ട് ഞാനൊരു ക്രിയേറ്റീവ് വേൾഡ് ഓപ്പൺ ചെയ്ത്, ബട്ട് നിങ്ങൾക്കിത് സർവൈവലിലും ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് എനിക്കൊരു ഈസിയർ ആവാൻ മാത്രമായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ഇടുന്നത്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബേസിൽ ഒരു നെതർ പോർട്ടൽ ഉണ്ടാവണം. സോ നമുക്ക് ഇപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ബേസ് എന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാം. സോ നമുക്കിതാ ഒരു നെതർ പോർട്ടൽ ഉണ്ടായി. ഇതാണ് നമ്മുടെ ഹോം ബേസ് നെതർ പോർട്ടൽ എന്ന് വിചാരിക്കുക. ആൻഡ് ഇതെനിക്ക് ജസ്റ്റ് ഒന്ന് ഈസിയറായി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയൊരു പില്ലർ പോലെ ഉണ്ടാക്കാം ഒബ്സിഡിയൻ്റെ. ഓക്കെ, സോ എനിവേ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അങ്ങോട്ടേക്ക് ആണ് നമ്മൾ ഇനി പോകേണ്ടത്. എന്നാൽ നമുക്ക് നെതർ പോർട്ടൽ എങ്ങോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഫോർ എക്സാമ്പിൾ അതൊരു വില്ലേജ് അല്ലേ, നമുക്ക് ആ വില്ലേജിലോട്ട് പോയി നോക്കാം. സോ സത്യം പറയുകയാണെങ്കിൽ ഈ വില്ലേജ് എൻ്റെ ഹോം ബേസ് അത്ര ദൂരമല്ല, ബട്ട് നിങ്ങൾ ജസ്റ്റ് വിചാരിക്കുന്നത് നല്ല ദൂരമുള്ളൊരു സ്ഥലമാണ്. സോ ഞാൻ ആദ്യം തന്നെ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് പോയിട്ട് അവിടെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലത്ത് ഉണ്ടാക്കാം, ബട്ട് ഞാൻ ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരാവശ്യത്തിന് ഇവിടെ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഉണ്ടാക്കാം, അതുകൊണ്ട് വലിയ മാറ്റമൊന്നും വരില്ല. ഞാൻ ഇതിൽ ക്രിയേറ്റീവ് മോഡ് ഉപയോഗിച്ചിട്ട് അത്ര ഒരു ഇതില്ല. ഓക്കെ, സോ അതായത് നമ്മൾ ഇവിടുത്തെ നെതർ പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകരുത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോർഡിനേറ്റ്സ് നോക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് ഓപ്ഷൻസ് പോയിട്ട് അവിടെ ഷോ കോർഡിനേറ്റ്സ് ഓൺ ആക്കുക. ബട്ട് ഞാനിപ്പോൾ പി സിയിലാണ്, രണ്ടും സെയിം ആണ്. ഞാൻ ജസ്റ്റ് വേറെ വഴിയാണ് കോർഡിനേറ്റ്സ് നോക്കുന്നതുള്ളൂ. ഞാൻ F3 വെക്കുക. സോ F3 വെക്കുമ്പോൾ അങ്ങനെ കുറേ റാൻഡം സ്റ്റഫ് വന്നിട്ടുണ്ട്. ബട്ട് നമ്മളിവിടെ കോർഡിനേറ്റ്സ് നോക്കണ്ടേ, XYZ. സോ XYZ ആണ് നമ്മുടെ കോർഡിനേറ്റ്സ്. Y എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് ഹൈറ്റ് ആണ്. സോ അതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര മുകളിലാണെങ്കിലും താഴെ ആണെങ്കിലും കുറയും. സോ നമ്മൾ Y നോക്കണ്ട, നമുക്ക് Xും Zും ആണ് വേണ്ടത്. സോ ഇവിടെ ഇപ്പം നിങ്ങൾ എൻ്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ X 222 ആണ് ആൻഡ് Z -250 ആണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഈ Xും Z കോർഡിനേറ്റിനും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് എന്തുകൊണ്ടാന്ന് പറയുകയാണെങ്കിൽ നെതറിൽ ഒരു ബ്ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ പുറത്തത്തെ വേൾഡത്തെ 8 ബ്ലോക്സ് ആണ്. സോ നമ്മൾ ആദ്യം തന്നെ ഈ എക്സിനും സെഡിനും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ഞാനത് ചെയ്യട്ടെ. സോ എനിക്ക് ആ എക്സും സെഡിനും 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇതാ കിട്ടിയത്. 222 ഡിവൈഡഡ് ബൈ 8 ആകുമ്പോൾ നമുക്ക് 27 കിട്ടും. ആൻഡ് -250 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -33 കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കോർഡിനേറ്റ്സിൽ മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈഡ് ചെയ്യുന്നതിലും മൈനസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് തെറ്റും. സോ നമുക്ക് ഈ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഹോം ബേസിലോട്ട് തിരിച്ചു പോകാം. സോ നമുക്കിതാ ഇപ്പം അങ്ങോട്ട് പോകാം. അവിടെ ഞാൻ പില്ലർ ഉണ്ടാക്കി നന്നായി. സോ നമ്മൾ നമ്മുടെ ഹോം ബേസിലെത്തി ആൻഡ് നമ്മൾ നെതറിലോട്ട് പോവാം. ഇനി നമ്മൾ നെതറിൽ പോയി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഈ കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് 8 എക്സും സെറ്റും ഡിവൈഡ് ചെയ്ത് കിട്ടിയേ, നമ്മൾ ആ കോർഡിനേറ്റ്സിലോട്ട് നെതറിന് പോവുക. സോ നമുക്ക് ഫസ്റ്റ് തന്നെ എക്സിൻ്റെ എന്തായിരുന്നു, എക്സ് നമുക്ക് -20 അല്ല, എക്സ് വെറും 27 ആണ് വേണ്ടത്. സോ നമുക്ക് ആദ്യം തന്നെ അത് ക്ലിയർ ആക്കാം. സോ 27 അപ്പം ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, സോ ഇവിടെയാണ് X 27. ഇനി നമുക്ക് മറ്റേത് എത്രയെന്ന് നോക്കട്ടെ, -33. സോ നമുക്ക് -33 പോകണം. സോ അത് ആ ഡയറക്ഷനാണ്. സോ ഞാനിപ്പോൾ ഒരു മിഡ് എയറിലാണ്. അപ്പോൾ എനിക്ക് 3 ബ്ലോക്സും കൂടെ മുന്നോട്ട് പോകണം. സോ നിങ്ങൾക്കും ഇങ്ങനത്തെ അവസ്ഥ വരികയാണെങ്കിൽ ജസ്റ്റ് ബ്ലോക്സിനോട് ബിൽഡ് ചെയ്താൽ മതി, ഞാൻ അപ്പോൾ ചെയ്യുന്ന പോലെ. സോ എക്സാക്ട്ലി ആ കറക്റ്റ്
ബ്ലോക്ക് തന്നെ വരണമെന്നില്ല. ജസ്റ്റ് ഒരു 1 ബ്ലോക്കോ 2 ബ്ലോക്സോ ഡിഫറൻസ് വന്നാലോ ഒരു 3 ബ്ലോക്സ് ഡിഫറൻസ് വന്നാലും വലിയ ചേഞ്ച് ഒന്നും വരില്ല. സോ നമുക്ക് ഇപ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്കൊരു സാധാരണ ഒരു പോർട്ടൽ ഉണ്ടാക്കാം. ഓക്കെ, സോ നമ്മൾ പോർട്ടൽ ഉണ്ടാക്കി. ആൻഡ് ഈ പോർട്ടൽ നമുക്ക് നോക്കാം എവിടെയാണ്. ഇപ്പം നമ്മൾ 28 - 32 മറ്റേ -33 എന്ന് പറഞ്ഞാൽ -32 പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വില്ലേജിന് അവിടെ ഉണ്ടാക്കിയ നെതർ പോർട്ടലിൽ എത്തി. സോ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് കോർഡിനേറ്റ്സ് 8 ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കുറേ സ്ഥലത്തോട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏത് സ്ട്രോങ് ഹോൾഡോ അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും വില്ലേജിലോട്ടോ എന്തെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക സുഖമായിട്ട് അങ്ങോട്ട് വേഗം എത്താം. സോ നിങ്ങൾക്ക് കുറേ നേരം ട്രാവൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തൊക്കെ ഇത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കൊരു നെതർ ഹബ്ബ് ഉണ്ടാക്കാൻ പറ്റും. സോ അതായിരുന്നു ട്യൂട്ടോറിയൽ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ഈ ട്യൂട്ടോറിയൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. ആൻഡ് നിങ്ങൾക്ക് ഇനിയും മൈൻക്രാഫ്റ്റ് കോണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഞാൻ ഒരു മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ്. ഓൾസോ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. സോ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.